Greetings in the matchless name of our Lord Jesus Christ to everyone. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. Greet you all again in the name of the Lord Jesus Christ. ഇത്രത്തോളം നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചു, നമ്മളെ സ്നേഹിച്ച എല്ലാത്തിനായി സ്തോത്രം ചെയ്യുന്നു. And I thank God for blessing us all and loving us dearly. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ ഈ പ്രദേശത്ത് അതിശയകരമായി സൂക്ഷിച്ചു, പരിപാലിച്ചു. For the past week, God has wonderfully kept us safe in this land. ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ദൈവജനത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിപ്പാൻ കർത്താവിൽ സ്വർണം പ്രാപിക്കുന്നു. നമുക്ക് ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33 വളരെ സുപരിതമായ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. Matthew 6 verse 33. ഞാനിവിടെ മലയാളത്തിൽ വായിക്കുന്നു, ഇംഗ്ലീഷിൽ ജെറമിയ വായിക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. But seek first the kingdom of God and his righteousness, and all these things shall be added to you. എല്ലാവരും വചനം ബൈബിൾ ഉള്ളവരെല്ലാം ഈ വചനം എടുക്കുക. All of you have the Bibles, please open to that verse. നമുക്ക് വളരെ കേട്ട് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. It is a portion from the word of God that we are all familiar with. എന്നാൽ നിങ്ങൾ ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ചില ചിന്തകളെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം പങ്കുവെക്കുവാൻ കർത്താവിൽ സ്വർണം പ്രാപിക്കും. But I would like to share with you some things that are different than that we have not heard. ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത്. The context of this is that it's from the Jesus Sermon on the Mount. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവിൻ്റെ ഗിരിപ്രവേശനമാണ്. In Matthew chapter 5 to 7 we see that it is a sermon on the mount by Jesus. ഇത് കർത്താവ് പറയുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാരും അതിന് കൂടാതെ 10,000 പുരുഷന്മാർ വേറെയും ഉണ്ടായിരുന്നു. We see that when Jesus was preaching there, his disciples were there and 5,000 other men were also with him. എങ്ങനെയാണ് ഇതെല്ലാവരും കേട്ടാൽ നമുക്കറിയത്തില്ല. We don't know how all of them were able to hear him. അന്ന് സൗണ്ട് സിസ്റ്റം ഒന്നും ഇല്ല ഇതുപോലെ. There were not sound system like this. പക്ഷേ ഇതെങ്ങനെ ഇത്ര 5,000 പേര് ഇതെങ്ങനെ ഒരുമിച്ച് കേൾക്കുന്നതെന്ന് ഒരു വലിയ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. But it is a miracle that how 5,000 people can hear such a message. അതാണ് കർത്താവ്. And that is our Lord. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഈ ഭാഗം നമ്മൾ വളരെ ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ്. This verse we have heard from our youth onwards. സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അവർ കാണാതെ പറയും. If we ask Sunday school students, they can say this verse by heart. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഇത് പറയാനുള്ള. But there's a context to why he said this. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന ആൾക്കാർ ഒരു സംശയമാണ്, എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്. Those who came to the Lord Jesus had a doubt. How can we survive here? നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം അതാണ് ഈ വേൾഡിൽ. And that is our problem for all of us in the world. ഇന്ന് നടക്കുന്ന യുദ്ധം മൊത്തം അതിൻ്റെ ഒരു ഭാഗമാണ്. All the wars that are taking place are part of that. എല്ലാ സർവൈവലുമായി ബന്ധപ്പെട്ടതാണ്. And it is all related to survival. എന്തിനാണ് ഒരു രാജ്യം വേറെ രാജ്യത്തെ ആക്രമിക്കുന്നത്? Why does a country attack another country? അവൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം പിടിച്ചെടുക്കുവാനാണ്. It is so that he can extract everything from his hand. അവൻ്റെ കയ്യിലിരിക്കുന്ന വെൽത്ത് മുഴുവൻ പിടിച്ചെടുക്കുവാനാണ്. So that he can extort the wealth from the other's hand. അങ്ങനെ അവന് ഈ ലോകത്തിലെ വലിയൊരു രാഷ്ട്രമായിട്ട് കാണപ്പെടണം. And so he can be a great nation in front of all. അല്ലെ, എന്നാൽ ഇത് ചിന്തിക്കുമ്പോൾ ഇതിനെയെല്ലാം കട്ട് ചെയ്തുകൊണ്ടാണ് ഈ വചനം വരുന്നത്. But when we meditate on this, we see that this word cuts through all of those. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന ആൾക്കാർ ചോദിച്ചു, ഞങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും? So people came to the Lord Jesus and asked, what shall we eat and what shall we drink? ഇന്ന് അങ്ങനെ നമുക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ ദൈവം നമുക്ക് തന്നു. But God has given us those things to eat and drink. പക്ഷേ ഇതിനെ ആ ഒരു അർത്ഥത്തിലല്ല കാണണ്ടേ. But we should not see that in light of that meaning. ഇതൊരു വറീസാണ്. But this is talking about the worries. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ വറിയാവും. That even though we have many things, we are still worrying. നമുക്ക് നല്ല ജോലി ഉണ്ടായാലും എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ നമുക്ക് ജീവിക്കാനുണ്ടെങ്കിലും നമ്മൾ വറിയാവും. That though we have a good job and though we have comfortable circumstances, we still worry. നമ്മൾ വറിയാവുന്നത് നാളെക്കുറിച്ചാണ്. And we are worrying about tomorrow. ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചല്ല. And not about today's things. ഇവിടെ പറയുന്നത് തന്നെ നാളെക്കുറിച്ചുള്ള വിചാരങ്ങളാണ്. And that is what it's talking about here, that it's worries about tomorrow. എൻ്റെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? That if I lose my job, what shall I do?
എനിക്ക് വന്ന രോഗം എൻ്റെ ശരീരത്ത് വന്നാൽ എന്ത് സംഭവിക്കും? That if a disease comes to my body, what shall I do? എൻ്റെ തലമുറ എങ്ങനെയായിത്തീരും? What shall come of my generation? അപ്പോൾ ഒത്തിരി വറീസ് ഇങ്ങനെ കടന്നു വരികയാണ്. And so such worries come to our mind. എൻ്റെ വിദ്യാഭ്യാസം എങ്ങനെയായിത്തീരും? What will happen to my education? അപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള നോർമൽ ചിന്തകൾ മനുഷ്യനെ ഭരിക്കാറുണ്ട്. So such normal thoughts are there in every human being. അപ്പോൾ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായാൽ തന്നെയും That even though whatever circumstances comfortable that we have, നമ്മൾ വറിയാകും. that we are still worrying. കർത്താവ് പറഞ്ഞു, But the Lord said, അതിൻ്റെ മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 9, അതിൻ്റെ മാത്തായി 6:9 കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇപ്രകാരം പറയുന്നു. അതിൻ്റെ 7-ാമത്തെ വാക്യം, പ്രാർത്ഥിക്കയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ നീട്ടി പ്രാർത്ഥിക്കും. നമ്മുടെ വിചാരം നമ്മളിങ്ങനെ ഒത്തിരി വലുതായിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം കേൾക്കുമെന്നുള്ളതാണ്. we may think that when we pray many things that then God will hear us. But here in the verse 7 it says it's not that. കർത്താവ് നിങ്ങൾ അവരോട് അങ്ങനെയുള്ളവരോട് തുല്യരാകരുത്. But the Lord said you should not be like them. പരീശന്റെ പ്രാർത്ഥന നോക്കിയാണ് കർത്താവ് അത് പറയുന്നത്. Jesus is looking at the prayer of the Pharisees and he says this. ഇവിടെ പറയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു. But Jesus said that whatever you need, the Father knows that. അപ്പോൾ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഈ വചനം കടന്നു വരണം. So today this verse has to come into your heart. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, That the things that you need. ഇപ്പം നമുക്ക് ആവശ്യമുള്ളതുണ്ട്. There are things that we need now. നാളെ നമുക്ക് ആവശ്യമുണ്ട്. There are things that we need tomorrow. മറ്റന്നാൾ ആവശ്യമുള്ളത്. There are things that we need the day after. അതിന്റെ പിറ്റേന്ന് ആവശ്യമുള്ളത്. And we need the things the day after that. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം And as long as we live in this world, നമ്മുടെ ആവശ്യങ്ങളെ നിർവഹിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. we have a Father who fulfills all our needs. എത്ര പേരത് വിശ്വസിക്കുന്നു? How many of you believe that? നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിർവഹിക്കുവാൻ കർത്താവിന് That whatever need you have, God is able to fulfill that. കർത്താവ് ഒരിക്കലും വ്യാജം പറയത്തില്ല. The Lord never speaks false. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെ. That whatever He speaks, it is true. ഹല്ലേലൂയ സ്തോത്രം. സംഖ്യാപുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു. We read in the book of Numbers that ആമേൻ, വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല. That to speak a lie, the Lord is not man. അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. And He is not like man that He should repent. അവൻ അരുളി ചെയ്ത് നിവർത്തിക്കാതിരിക്കുന്നു. That He will fulfill what He has proclaimed. അവൻ അരുളി ചെയ്ത് നിവർത്തിക്കാതിരിക്കുന്നു. That He will fulfill what He has proclaimed. ആമേൻ, നിങ്ങളോട് പറഞ്ഞത് അവൻ ചെയ്യാതിരിക്കുമോ? Will God not do the things that He has proclaimed to you? നിങ്ങൾ കേട്ട ദൈവശബ്ദം അത് അങ്ങനെ തന്നെയാണ്. And that is the voice of God that you have heard. അപ്പം നിങ്ങളെക്കുറിച്ച് വളരെ കൺസേൺ കർത്താവിനുണ്ട്. And so God has a great concern for you. എന്നെക്കുറിച്ച് ഭയങ്കര കൺസേൺ ഉള്ളവനാണ്. And God has a great concern for me. നമ്മൾ വലുതായി കാണുന്നതല്ല കർത്താവ് വലുതായി കാണുന്നത്. The things that we see greatly are not the things God sees as big. നമ്മൾ വലുതായി കാണുന്ന ഒരു പക്ഷേ നമ്മൾ സ്വാഭാവികം നാച്ചുറലായിട്ട് നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കാര്യങ്ങളൊക്കെയാണ്. There are things that we see as big things like our job, our health and so on. നമ്മുടെ പൊസഷനെയാണ് നമ്മൾ വലുതായി കാണുന്നത്. We see our possessions as big things. നമുക്കുള്ളതായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ വലുതായി കാണുന്നത്. All the things that we own, we think as big things. കർത്താവ് വലുതായി കാണുന്നത് നമ്മളെയാണ്. But God sees us as His big things. കർത്താവിന് ഞാനാണ് പ്രാധാന്യം. For God, we are important to Him. കർത്താവിന് നിങ്ങൾ ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണ്. For God, all of you are important to Him. അതുകൊണ്ടാണ് കർത്താവ് 99 ആടുകളെയും വിട്ട് ഒരാടിന്റെ അടുത്തേക്ക് കടന്നത്. That is why the Lord left the 99 sheep and went for the one. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് എപ്പോഴും ഒന്ന് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. And for God, always that one is important. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യത്തെ അന്വേഷിക്കുവാനായി. So the Lord said, seek the kingdom of God. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇന്ന് പകലിൽ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവരാജ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. Today, whoever believes in the Lord Jesus, the question is whether they have the kingdom of God within them or not. നമ്മൾ ദൈവരാജ്യത്തിനകത്താണെങ്കിൽ നമ്മൾ വറിയാകത്തില്ല. If we are inside the kingdom of God, then we will have no worries. നമ്മൾ വറിയാകുന്നെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിനകത്തുള്ളവരാണ് നമ്മൾ തന്നെ പരിശോധിക്കുക. If we are worrying, then we have to examine whether we are in the kingdom of God. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവാണ്. Because God knows all our needs. നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മെ അറിയുന്ന ഒരു കർത്താവ്. And He is a God who knows us more than we can know ourselves. നമുക്ക് പലപ്പോഴും നമ്മളെ അറിയത്തില്ല. Many times we don't even understand our own selves. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും. The Lord said, what shall I eat and what shall I drink? എന്ന് നിങ്ങൾ ജീവന് എന്ന് നിങ്ങളുടെ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം, അതിൻ്റെ
അതിൻ്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നു എന്ത് കുടിക്കും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞാൽ, കർത്താവ് ആരാണ്? പ്രപഞ്ചത്തിൻ്റെ ഉടയവനാണ്. സകലത്തെയും സൃഷ്ടിച്ച, അണ്ടക്കടാകങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. We know that the Lord is the one who said these words, is the one who has created all things. കർത്താവിന് ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരിക്കലും നുണയല്ല. If the Lord says something, it is not a lie. നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. If he said do not worry, then we have to obey that. കർത്താവ് പറയുന്നു, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ. The Lord said it's not life more than food and the body more than clothing. ഇതാണ് ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. And this is the concept of the kingdom of God. ആമേൻ. നമ്മുടെ ശരീരമാണ് നമുക്ക് വലുതായി കാണേണ്ടത്. We have to see our body more importantly. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 1-2 കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം മുമ്പിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And I would like to share some things the Apostle Paul has spoken about the body. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 1 Corinthians chapter 3 verse 16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതേ കാര്യം തന്നെ അതിൻ്റെ 2 കൊരിന്ത്യർ അതിൻ്റെ 1 കൊരിന്ത്യർ അതിൻ്റെ 6-ന്റെ 19. 1 Corinthians chapter 6 verse 19. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. Or do you not know that your body is the temple of the Holy Spirit who is in you, whom you have from God, and you are not your own? For you were bought at a price. Therefore glorify God in your body, which are God's. നമ്മുടെ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണ്. Our body is a temple of God. ഈ ശരീരം കൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. And with this body we have to glorify God. ഈ ശരീരം ക്ഷീണിച്ചു പോയാൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയത്തില്ല. If this body wearies down, then we cannot glorify God. നമ്മെ അലട്ടുന്ന ചിന്താകുലങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകാനിടയുണ്ട്. There is a chance that our body can wear down by the worrisome thoughts that come into our mind. നമ്മുടെ ശരീരം അത് ആരോഗ്യത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കുവാനുള്ളതാണ്. Our body is there so that we can with health glorify God. ഇത് ജീവനും വിശുദ്ധിയുമുള്ള ഒരു ശരീരമായി നമ്മൾ മനസ്സിലാക്കണം. We have to understand our body as that with life and holiness to God. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി. The things that we give importance to are not important as much as we ourselves. നമ്മൾ കർത്താവിനെ അല്ല പ്രാധാന്യം കൊടുക്കുന്നത് പലപ്പോഴും. Many a times we do not give importance to the Lord. നമ്മൾ കർത്താവിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. We do not think about the Lord. നമ്മൾ കർത്താവിന്റെ രാജ്യത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. We do not think about His kingdom. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ രാജ്യത്തെ കുറിച്ച് പൗലോസ് ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. But the Apostle Paul says a concept about the kingdom of God. റോമാലേഖനം 14-ന്റെ 17 നമുക്കൊന്ന് വായിക്കാം. Romans chapter 14 verse 17. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരു ആഹാരകാര്യവുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. The Apostle Paul is speaking to the Roman church about things related to food. അവിടെ ഒരു സംശയം വന്നു, സസ്യാഹാരം കഴിക്കണോ മാംസാഹാരം കഴിക്കണം? And a question came there whether we should eat vegetables or the meat. അതിനെ പറ്റി പൗലോസ് പറഞ്ഞു വന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതാണ് 17-ാമത്തെ വാക്യം. And the apostle spoke about that, and the verse 17 is a concluding part of that. അതൊന്ന് എടുത്തവരൊന്ന് വായിച്ചാട്ടെ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. For the kingdom of God is not eating and drinking, but righteousness and peace and joy in the Holy Spirit. നിങ്ങൾ ഭക്ഷണത്തെയും പാനീയത്തെയും കുറിച്ച് അല്ലെങ്കിൽ നാളെയെക്കുറിച്ച് നിങ്ങളുടെ ഉപജീവനത്തെക്കുറിച്ച് നിങ്ങൾ വറിയായാൽ ഇത് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. If we are worrying about eating and drinking, about our survival here, then we will lose these things through the Holy Spirit. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. Then you will lose peace. നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടും. You will lose health. നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടും. You will lose joy.
ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. I hope you can understand what I mean. ആമേൻ. ഇന്ന് പകലിൽ നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? Today we have to ask ourselves, what are we seeking? നമ്മൾ എന്തിനാണ് ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിൽ കടന്നു വന്നത്? Why have we come to this church meeting? നമ്മൾ ദൈവരാജ്യം അന്വേഷിച്ചു വന്നവരാണ്. We have come to seek the kingdom of God. നമ്മൾ ദൈവത്തിന്റെ നീതി അന്വേഷിച്ചു വന്നവരാണ്. We have come to seek His righteousness. നമ്മളെ നീതീകരിച്ച ഒരു ദൈവമുണ്ട്. He is a God who justifies us. നമ്മളെ നീതിമാന്മാരാക്കിയ ദൈവമുണ്ട്. He is a God who made us righteous. നമ്മൾ ദൈവരാജ്യത്തിനകത്താണോ പുറത്താണോ? And are we in the kingdom of God or not? ഇന്ന് പകൽ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. And today we have to sincerely think on that. നിങ്ങൾ ദൈവരാജ്യത്തിനേക്കാൾ ഉപരിയായി ലോകത്തിന്റെ സിസ്റ്റത്തെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് ലഭിക്കത്തില്ല. If more than the kingdom of God we are following the systems of this world, then we will not receive these things. നിങ്ങൾ സ്നാനപ്പെട്ട് ദൈവകൃപയിലായി തീർന്നവരുണ്ട്, സ്നാനപ്പെടാത്തവരുണ്ട്. There are people who are baptized and who are not baptized here. നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിനകത്താണ്. When we are baptized, we become in the kingdom of God. ആ കോൺസെപ്റ്റാണ് കർത്താവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. And that concept the Lord Jesus wants to say there. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. So Paul says in Philippians chapter 4 verse 6 and 7. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. That you do not worry about anything. നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, but if you have any need, നിങ്ങൾ സ്തോത്രത്തോടും അപേക്ഷിക്കത്രേ, സ്തോത്രത്തോട് അർപ്പിക്കത്രേ വേണ്ട. and you with thanksgiving you have to offer it to God. അത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. ആരെങ്കിലും ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഇത് കർത്താവ് പഠിപ്പിച്ച ഉപദേശത്തിൻ്റെ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമാണിത്. And this is what the Lord Jesus has spoken about and taught as part of the Sermon on the Mount. വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ വചനമൊക്കെ അങ്ങ് മറന്നു പോകും. When problems come in our lives, we forget about these words. ഇന്ന് പകലിൽ ഈ വചനം നമ്മുടെ അകത്ത് കത്തണം. But this verse has to burn in our hearts. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു. That all your needs have to be submitted with thanksgiving to God. ഇന്ന് നിങ്ങളുടെ ഏത് ആവശ്യവും കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അർപ്പിച്ചാട്ടെ. And you have to offer any need that you have with thanksgiving to God. അന്നേരം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. And then our faith will increase. അന്നേരം നമ്മൾ ബലപ്പെടുവാനിടയായി. And then we will be strengthened. പൗലോസിന്റെ ശൂലത്തെ കുറിച്ച് ഭയങ്കര കൺസേൺ ആയിരുന്നു. Paul had a great concern about the thorn in his flesh. ഹല്ലേലൂയ. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. And he prayed 3 times about it. മൂന്നാമത്തെ പ്രാവശ്യം ഒരു മറുപടി കിട്ടി. But the third time he received a reply. എൻ്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി നിന്നിൽ വസിക്കും. Because the power of God that is perfected in weakness dwells in you. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ബലഹീനതയിൽ ദൈവശക്തി തികഞ്ഞു വരും. That in your weakness God's power will be displayed. അന്ന് ഇവിടെ ഫിലിപ്പിയ ലേഖനം 4:7 പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. And verse 7, and the peace of God which surpasses all understanding will guard your hearts and minds through Christ Jesus. ഒരിക്കലും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥന വിഷയം ഉടനെ മറുപടി കിട്ടിയെന്നല്ല പൗലോസ് പറയുന്നത്. നിങ്ങളെ ഒരു സമാധാനത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. It doesn't say that you will receive an immediate answer to your prayers, but that God will protect you in His peace. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു പീസ് കിട്ടിയെങ്കിൽ മനസ്സിലാക്കിയോ നിങ്ങൾ ഓൾറെഡി ആ വിഷയം ഡെലിവറായി. When you pray about a thing and if you receive peace from God about it, then you have to understand that you have been delivered in that problem. നിങ്ങളുടെ തലയ്ക്കകത്തൂടെ ഓടുന്ന എല്ലാ വറീസിനെയും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാനിടയായിത്തീരും. All the worries that come across your head, God will protect you from that. ആ ചിന്തകളെ കർത്താവ് എടുത്തുകൊണ്ടുവാനിടയായി. And God will take away those thoughts. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ when you begin to pray, അവൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനിടയായി. the Holy Spirit will begin to intercede for you. ആവശ്യമില്ലാത്തതിനെല്ലാം ഫിൽട്ടർ ചെയ്ത് and He will filter out the things that are not there. ആവശ്യമുള്ളതിനെ ദൈവസന്നിധിയിൽ എത്തിക്കും. and the things that are useful He will take it to God's. ആ വിഷയത്തിൽ നമുക്ക് വിടുതൽ തരുവാനിടയായി. and He will give us deliverance in that issue. അതാണ് ഇവിടെ കർത്താവിന്റെ കിങ്ഡം പ്രിൻസിപ്പിളിന്റെ ഒരു ഭാഗം അതാണ്. and that is a principle of God's kingdom. നിങ്ങൾക്ക് ഒത്തിരി നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുന്നു നല്ലതാണ്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കാണണമെന്നില്ല. There might be good things that you have in your life, but that doesn't mean that you can have peace in your life. നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാകണമെന്നില്ല. It doesn't mean that you will have joy about it. നിങ്ങൾക്ക് ഇനി എത്ര നല്ല ജോലി കിട്ടിയാലും ഒരു സന്തോഷം ഉണ്ടാകണമെന്നില്ല. It doesn't whatever good job that you receive doesn't mean that you will get joy from that. നിങ്ങളുടെ ബാങ്കിൽ ഒത്തിരി പൈസ ഉണ്ടായാലും സന്തോഷം ഉണ്ടാകണമെന്നില്ല. how much ever money you have in your bank doesn't mean that you will receive joy. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാട് നമ്മുടെ അകത്ത് വരണം. So because of that we need to have a great revelation
revelation and understanding of God's kingdom in our life. നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ When we begin to seek God's kingdom, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടും. then God's righteousness will be revealed in us. നമ്മുടെ അകത്ത് സമാധാനം ഉണ്ടാകും. Then there will be peace within us. നമ്മുടെ അകത്ത് സന്തോഷം ഉണ്ടാകും. There will be joy within us. അതുകൊണ്ടാണ് പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും, And that is when Paul was in the Roman prison. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം പൗലോസ് പറയുന്നത്, സന്തോഷിക്കുവിൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. That when he writes to the Philippian church, he writes, rejoice, and again I say rejoice. അപ്പൊ കർത്താവിന് പൗലോസിന് അറിയാം, ഞാൻ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. Paul knew that he was inside the kingdom of God. എന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല. And that no one is able to touch me. ഹല്ലേലൂയ. എന്റെ സമാധാനത്തെ ആർക്കും നഷ്ടപ്പെടുത്തുവാനായി കഴിയും. And no one can destroy my peace. എന്റെ ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി എന്റെ സമാധാനം നഷ്ടപ്പെടുത്തത്തില്ല. My financial difficulties will not destroy my peace. എന്റെ ആരോഗ്യം എന്റെ സമാധാനം നഷ്ടപ്പെടുത്തത്തില്ല. My health will not take away my peace. ആമേൻ. എന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള കൺസേൺ എന്റെ സമാധാനം എടുത്തു കളയത്തില്ല. Concerns about my health will not take away my peace. എന്റെ ചിന്തകളെയും നിലവുകളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം. Because all my thoughts are protected by God. അതാണ് ദൈവരാജ്യത്തിന്റെ വെളിപ്പാടെന്ന് പറയുന്നത്. And that is the revelation of God's kingdom. അതുകൊണ്ട് പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നു. So when Paul writes to the Colossian church, he writes, അതിന്റെ 1:13 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. കൊലോസ്യർ ചാപ്റ്റർ 1 വേഴ്സ് 13. 1:13 വായിച്ചാൽ, നമ്മൾ ഇപ്പോൾ എവിടെയാണ്? ദൈവരാജ്യത്തിനകത്താ. നമ്മളെ എവിടുന്നാ വിടുവിച്ചേ? He has delivered us from the power of darkness and conveyed us into the kingdom of the Son of His love. നമ്മളിപ്പോൾ എവിടെയാണ്? Where are we now? എവിടെയാ നമ്മൾ? ദൈവരാജ്യത്തിനകത്ത്. We are inside the kingdom of God. നമ്മൾ നേരത്തെ എവിടെയായിരുന്നു? Where were we before? നമ്മൾ പിശാചിന്റെ കയ്യിലായിരുന്നു. We were in the hands of the devil. പിശാചിന്റെ കയ്യിലായ എന്ത് ചെയ്യും? What happens if we are inside the hands of the devil? പിശാചിന് ഇഷ്ടത്തോടത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. Then the devil will lead us where he pleases. അതൊക്കെ നമുക്ക് സന്തോഷമാണെന്ന് തോന്നുന്നു. And that might seem as joy to us. പക്ഷെ അതെല്ലാം ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. But those are the works of darkness. ഇവിടെ പൗലോസ് പറയുന്നു, But Paul says here, ആമേൻ, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ചു. He has delivered us from the power of darkness. ഹല്ലേലൂയ, സ്തോത്രം. അത് ഇരുട്ടിന്റെ അധികാരിയാണ് പിശാച്. The ruler of darkness is the devil. അതിൽ നമ്മളെ ഡെലിവർ ചെയ്തു. And God has delivered us from that. നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുമ്പോൾ, When you believe, accept and are baptized in the name of the Lord Jesus, നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തിൽ ഡെലിവർ ആയി കഴിഞ്ഞു. then you will be delivered from the power of darkness. നിങ്ങൾ കിങ്ഡത്തിലെ കർത്താവിന്റെ രാജ്യത്തിനകത്ത് വന്നു. And then you will be in the kingdom of the Lord. നിങ്ങളെ പുത്രന്റെ രാജ്യത്തിലാക്കി You will വെച്ചിരിക്കുകയാണ്. be in the kingdom of God's Son. ആമേൻ. അതുകൊണ്ട് ഇനി നിങ്ങളെ ഡാർക്ക്നെസ് തൊടാൻ പറ്റത്തില്ല. So then the darkness cannot touch you. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സമാധാനവും സന്തോഷവും നീതിയും നമ്മുടെ അകത്ത് വെളിപ്പെടുന്നില്ല എങ്കിൽ നമ്മളിലകത്ത് ഇരുട്ടിന്റെ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായി. So if peace, joy and righteousness is not revealed in us, then some works of darkness are still within us. ഈ വിചാരങ്ങളെല്ലാം നമ്മളെ ഇരുട്ടിലേക്ക് നയിക്കുവാനിടയായി. And such thoughts will lead us into darkness. അതുകൊണ്ട് നമ്മുടെ അകത്തെ ഈ ചിന്താമണ്ഡലങ്ങൾ മാറണം. So all these thoughts within us have to change. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, അതിൻ്റെ നമ്മൾ ഞാൻ ആ ഭാഗത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് അവസാനം നമ്മളെ സമയം പോയല്ലോ, ഇംഗ്ലീഷ് വർഷിപ്പ് തുടങ്ങാനുള്ള സമയമായി. കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 6-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 21-22 ആ ഭാഗം ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. 23. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയാണ് ഈ ഭൂമിയിൽ ഡെപ്പോസിറ്റ് ഉള്ളത്, നമ്മുടെ നിക്ഷേപങ്ങളുള്ളത്, അവിടെയാണ് നമ്മുടെ ഹൃദയം ഫോക്കസ് ചെയ്യുന്നത്. For where your treasure is, there your heart will be also. അപ്പം അതിനെ മാറ്റാനാണ് കർത്താവ് അടുത്ത വചനം പറയുന്നു, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. The lamp of the body is the eye. If therefore your eye is good, your whole body will be full of light. അപ്പം നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചെന്നുള്ള ഒരു ഇൻസൈറ്റ് നമ്മുടെ ഹൃദയത്തിനകത്ത് വരണം. So an insight that we have been delivered from the power of darkness has to come within us. ഇത് നമ്മുടെ ഹൃദയത്തിനകത്തില്ല എങ്കിൽ നമ്മൾ ഇരുട്ടിലായി പോകും. If that is not there within us, then we will be in darkness. നിങ്ങൾ സ്നാനപ്പെട്ടവരാണ്, നിങ്ങളെ നീതീകരിച്ചവരാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ പൗലോസ് ഈ സഭകളെയെല്ലാം ആമേൻ എക്സോർട്ട് ചെയ്യുന്നത് അവരുടെ അകത്തേക്ക് വെളിച്ചം പകരുന്നതിന് വേണ്ടിയിട്ടാണ്. You may be baptized and justified within God, but Paul is exhorting the churches that they should be reminded of these things. ഇത് കർത്താവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോസ്തലന്മാർ ഇവരെ ഇതെല്ലാം പഠിപ്പിച്ചത്. And the apostles are teaching that based on the teaching of the Lord Jesus. അതുകൊണ്ട് തന്നെ എഫേസ്യ സഭ ഒരു സമയത്ത് ഉറങ്ങിപ്പോവാനിടയായി തീർന്നു. And that is why the Ephesian church went into sleep.
അതിൻ്റെ 1:17, 18, 19 വാക്യങ്ങളിൽ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമെന്നാണ്. And in verse 17 and 18 we see that Paul is praying that their hearts may be enlightened. അവർക്ക് ലഭിച്ചിരുന്നതായിട്ടുള്ള സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചൊരു അറിവ് അവർക്കില്ലായിരുന്നു. That they do not have an understanding of the spiritual blessings they have received. അതുകൊണ്ട് അവർ അല്പസമയത്തേക്ക് ഇരുട്ടിലേക്ക് പോകാനിടയായിത്തു. And for a moment they were in darkness. അതുകൊണ്ട് അപ്പോൾ കർത്താവ് പറഞ്ഞ ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. And that is why the Lord Jesus said the lamp of the body is the eye. നമ്മൾ ലിറ്ററലി നമുക്ക് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. Literally, if the sight of our eyes have been gone, then we cannot go forward. നമ്മൾ സ്പിരിച്വലി നമ്മൾ ബ്ലൈൻഡ്നെസ് വരാൻ പാടില്ല. And spiritual blindness likewise should not come to us. അപ്പോൾ നമ്മുടെ അകത്തെ പ്രകാശം ഇരുട്ടാവാൻ പാടില്ല. And the light within us should not be turned to darkness. അപ്പോൾ നമ്മുടെ ഇൻസൈറ്റ് പ്രകാശിക്കണം. So the inside within us has to burn. ഇൻസൈറ്റ് പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. And when the inside within us is enlightened, that's when we can journey forward. നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള നമ്മളെ കീഴ്പ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. There may be things that seem to oppress us. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. But we should not mind those things. നമ്മുടെ അകത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ that if we have light within us, നമ്മൾ കാണുന്നതെല്ലാം വെളിച്ചമായിരിക്കും. everything that we see will become light. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇരുട്ടുകളെ നമ്മൾ കാണത്തില്ല. We will not see the darkness in front of us. ഇരുട്ട് നമ്മുടെ അകത്ത് കയറി നമ്മൾ കാണുന്നതെല്ലാം ഇരുട്ടായിരിക്കും. If darkness comes within us, then all we see is darkness. ആ സമയം കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ മറന്നു പോകാനിടയായി. And then we will forget the promises of God. ദൈവവചനം നമ്മുടെ അകത്ത് നഷ്ടപ്പെടുവാനിടയായി. And the word of God will be lost from us. അതെല്ലാം പിശാചിനെ കൊത്തിക്കൊണ്ടുപോകും. And the devil will take it away from us. ഈ ചിന്തകളെല്ലാം അകത്ത് വന്നിട്ട് നമ്മൾ കിടന്ന വചനമെല്ലാം എടുത്തുകൊണ്ട് പോകും. All the words sown within us, the devil will take it away. കഴിഞ്ഞ ആഴ്ച കേട്ട വചനം നമ്മുടെ ഹൃദയത്തിനകത്തില്ല എങ്കിൽ നമ്മൾ പിന്നെയും ഇരുട്ടിൽ കൂടെ കടന്നു പോകും. If we do not have the word of God from last week in our hearts, then we are going into darkness. നമ്മൾ പല ചിന്തകളിട്ട് ഭാരങ്ങളിട്ട് നമ്മുടെ അകത്ത് കിടന്ന വചനമെല്ലാം അവനെ തട്ടിയെടുത്തുകൊണ്ട് പോയി. If we are being burdened by many thoughts, then the devil will take those words and leave. പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിച്ചില്ലായിരിക്കാം. You may not have received the answer to your prayers. നിങ്ങളുടെ അകത്ത് നിന്ന് പകൽക്കാലം വെളിച്ചമുണ്ടെങ്കിൽ, but if there is light within you, നിങ്ങൾ അത് കാണുക തന്നെ ചെയ്യും. then you will see the light. നിങ്ങൾ ആ വെളിച്ചം നിങ്ങളുടെ അകത്ത് വസിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുക. You have to journey forward with the light dwelling in you. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറഞ്ഞു നിങ്ങളുടെ കണ്ണ് കേടുള്ളതെങ്കിലോ. That is why the Lord said, if your eye is bad, നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. your whole body will be full of darkness. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടെത്ര വലിയത്. If therefore the light that is in you is darkness, how great is that darkness? പ്രിയമുള്ളവരെ, നമ്മൾ ദൈവരാജ്യത്തിനകത്താണ്. Dear people, that we are in the kingdom of God. നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തെ നമ്മളെ വിടുവിച്ചതാണ്. We have been delivered from the power of darkness. നമ്മൾ വെളിച്ചത്തുള്ള അവകാശത്തിനായിട്ട് നമ്മളിപ്പോൾ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുക. We are in the kingdom of God to receive the inheritance of the saints. യേശുക്രിസ്തുവിന് കൊടുത്ത സകല അവകാശങ്ങളും നമുക്കുള്ളതാണ്. All the inheritance given to the Lord Jesus is also ours. പിതാവാദയും പുത്രന് കൊടുത്ത എല്ലാ അധികാരങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുന്നു. What the Father God has given to God the Son has been given to us. അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല എങ്കിൽ, and if we don't have a realization about that, നമ്മുടെ അകത്ത് ഇരുട്ട് കയറിയാൽ, then if the darkness is within us, ഇരുട്ട് ഭയങ്കര വലുതായിരിക്കും. then that darkness is great. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നിയല്ല. Let us come to God today. നമ്മുടെ വറീസിനെ എല്ലാം നമ്മൾ കർത്താവിന് ഹാൻഡ് ഓവർ ചെയ്യാം. Let us hand over all our worries to Him. നിങ്ങൾ എവിടെ ആയിരിക്കണം, എന്തായിരിക്കണം, കർത്താവിന് പ്ലാൻ ഉണ്ട്. God has a plan where you should be and what you should be doing. അതിനിടയിൽ വരുന്ന ഒന്നിനെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. And you shouldn't mind the things that come in between. അതിനിടയിൽ വരുന്ന നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. And you shouldn't mind the disease that comes in between. ആമേൻ. നിങ്ങളുടെ അകത്ത് ഒരു വെളിച്ചം ദൈവം തന്നിട്ടുണ്ട്. Because God has given you a light. നിങ്ങൾ പിശാചിന്റെ പ്രവൃത്തികൾ നിങ്ങളെ വിടുവിച്ചിരിക്കുകയാണ്. He has delivered you from the works of the നിങ്ങൾ devil. ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ചിരിക്കുന്നു. He has delivered you from the power of darkness. ഇപ്പോൾ നിങ്ങൾ വെളിച്ചത്തിനകത്ത് നിൽക്കുന്നു. And you are standing in the light now. അതുകൊണ്ട് നിങ്ങളുടെ അകത്ത് വെളിച്ചം വ്യാപരിപ്പാൻ ഇടയായിത്തീരും. And because of that, the light is there within you. ആമേൻ. നിങ്ങളുടെ വഴികൾ കർത്താവിന്റെ വഴികളാണ്. And all your ways should be the ways of the Lord. നിങ്ങളുടെ വാതിൽ കർത്താവാണ്. Your door is the Lord. നമ്മൾ ഈ വാതിലിനകത്തൂടെയാണ് പോകുന്നത്. And through that door we journey. ഈ വാതിലിനകത്തോട് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ, And when we begin to journey through that door, നമ്മൾ വെളിച്ച മക്കളായി തീരുവാനിടയായി. we'll become the children of light. ആമേൻ. നിങ്ങളുടെ നിലവുകളെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യും. And then God will protect your thoughts. നിങ്ങളുടെ ചിന്തകളെ അവൻ എടുത്തുകൊണ്ടുവാനിടയായി. He will take away your thoughts. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യമാണ്. Because you are in God's kingdom. നിങ്ങൾ ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്. You are God's royal priesthood. അതിനായിട്ട് ദൈവം നമ്മെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. And for that God is building us up. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസേവ ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നിൽക്കാം. Let us stand again in the presence of God. ഹല്ലേലൂയ, ഹല്ലേലൂയ.